ഞാനൊരു പുതിയ റെസിപ്പി ആയിട്ട് വന്നിട്ടുള്ളതാണ്. പഴവട തന്നെ. അതിന് വേണ്ടിയിട്ടുള്ള വെല്ലം ഇതെന്ത് ചെയ്യുക, ഉരുക്കിയെടുക്കുക. അതിന് വേണ്ടിയിട്ടുള്ള പഴമാണ്. ഞാൻ നല്ലോണം പഴുത്ത് നമുക്ക് തിന്നാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പഴമില്ലേ, പഴുത്ത് അങ്ങ് എത്തിക്കുള്ള പഴമാണ്, റോബസ്റ്റയുടെ, അതാണ് എടുത്തിട്ടുള്ളത്. അതെന്ത് ചെയ്യുക, മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത ശർക്കര പാനി ഇതിലേക്ക് നല്ലോണം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എനിക്ക് നല്ല മധുരം ഇഷ്ടമാണ്. അപ്പോൾ അതിനെന്ത് ചെയ്യുക, ഞാൻ കുറച്ച് കൂടുതൽ തന്നെ ശർക്കര പാനി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് വേണം നിങ്ങൾ ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് ഇത് നമ്മൾ എന്ത് ചെയ്യുക, നല്ലോണം അരച്ചെടുക്കുക. നമുക്ക് വൈകുന്നേരം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു റെസിപ്പിയാണ്. ഇത് ശരിക്കും അങ്ങോട്ട് അരഞ്ഞിട്ടില്ല. അരയാത്തത് മാത്രം ഞാൻ എന്ത് എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അത് അതിലേക്ക് നമുക്ക് വേണ്ടത് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ്. 2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. നല്ലോണം മിക്സ് ചെയ്യുന്നതിലാണ് അതിൻ്റെ ആ സോഫ്റ്റ്നെസ് ഉണ്ടാകുന്നത് കേട്ടോ. നല്ല ടേസ്റ്റ് കേട്ടോ. വൈകുന്നേരം മക്കൾ വരുമ്പോൾ നമുക്ക് വേഗം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് പഴവട എന്ന് പറയുന്നത്. ഞാൻ കഴിഞ്ഞ പഴവടയുടെ റെസിപ്പിയും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം നിങ്ങൾ രണ്ടും ട്രൈ ചെയ്ത് നോക്കണേ. നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഇതാ നല്ലൊരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം ഞാൻ തന്നെ എൻ്റെ കൈ കൊണ്ട് ഇങ്ങനെ കോരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് ഒന്ന് അറിയിക്കണേ പ്ലീസ്. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. ഓക്കെ, താങ്ക് യു. ഇനി അടുത്ത വീഡിയോ ഇതേപോലെ വരുന്നോടും വരെ ടാറ്റാ ബൈ, സി യു. ഓക്കെ.